അഖിൽ മാരാർ കൊട്ടാരക്കരയിൽ മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനമായില്ല എന്ന് BJP കൊല്ലം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് രാജീവ് പ്രസാദ് റിപ്പോർട്ടറിനോട് ഘടകകക്ഷിക്ക് സീറ്റ് വിട്ടു നൽകുന്നത് സംബന്ധിച്ച് ഇതുവരെ ചർച്ച നടന്നിട്ടില്ല. BJPക്ക് സ്വാധീനമുള്ള മണ്ഡലമാണ് കൊട്ടാരക്കര. ഘടകകക്ഷിക്ക് സീറ്റ് നൽകുന്നതിൽ തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന നേതൃത്വമാണെന്നും രാജീവ് പ്രസാദ് പറഞ്ഞു. ഇപ്പോൾ 2020 അഖിൽ മാരാർ അടക്കമുള്ളവർ വന്നിട്ടുണ്ട്. പക്ഷേ പാർട്ടിയുടെ സംസ്ഥാന ഘടകമാണ് ആരാണ് സ്ഥാനാർത്ഥിയാകേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. BJPയുടെ രീതിയിലാണ് ഇപ്പോൾ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചും വരുന്നതനുസരിച്ച് നല്ലൊരു മുന്നേറ്റം ഉണ്ടാക്കും. അത് അഖിൽ മാരാരല്ല ആരായാലും. കാരണം കൊട്ടാരക്കര അത്രയ്ക്ക് BJPക്ക് നല്ലൊരു സംഘടന ശക്തിയുള്ളൊരു മണ്ഡലമാണ്. പാർട്ടിയുടെ നിയോജക മണ്ഡലം കോർ ടീം അംഗങ്ങളുമായിട്ടൊരു ചർച്ച നടത്തിയിരുന്നു. കൊല്ലത്തും അതേ തരത്തിലുള്ളൊരു ചർച്ചയാണ്. അപ്പം ആ മണ്ഡലം കോർ ടീം അവരുടെ അഭിപ്രായത്തിനനുസരിച്ച് ആരാകണം എന്നതിനെക്കുറിച്ചൊരു പേരുകൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അവരാകാം ആകാതിരിക്കാം അത് നമുക്കറിയില്ല. പാർട്ടി സംസ്ഥാന ഘടകമാണ് ആരാണ് തീരുമാനിക്കുന്നത്. AV ജയശങ്കർ വിവരങ്ങളുമായുണ്ട്. ജയശങ്കർ, അഖിൽ മാരാറിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്ന സമയത്ത് ആശങ്കയുണ്ടോ BJPക്ക്? അതായത് മാധു, ഈ രാജീവ് പ്രസാദ് പറയുന്നതനുസരിച്ച് അഖിൽ മാരാർ എന്ന സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഒരു ചർച്ചയും കൊട്ടാരക്കരയിൽ ഉണ്ടായിട്ടില്ല. ഇവർ പറയുന്നത് അവർ ജില്ലാ അധ്യക്ഷയാണ്. അങ്ങനെ പാർട്ടി തലത്തിൽ അങ്ങനെ ഒരു ആലോചന ഉണ്ടായിട്ടില്ല. ആ ഘടകകക്ഷിയായ 2020 ഈ സീറ്റ് വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ടും ഇതുവരെ ഒരു ആലോചനയോ ഒരു സംസാരമോ പാർട്ടിക്ക് ഉള്ളിൽ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. കൊട്ടാരക്കര എന്ന് പറയുന്നത് BJPയുടെ സ്വന്തം മണ്ഡലമാണ്. BJPക്ക് അടിവേരുകളുള്ള മണ്ഡലമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അവിടെ കൃത്യമായി പാർട്ടി വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടിരുന്നു. അങ്ങനെ ഒരു മണ്ഡലത്തിൽ അത് ഘടകകക്ഷിക്ക് വിട്ടു നൽകുന്ന കാര്യത്തിലോ ഘടകകക്ഷി സ്ഥാനാർത്ഥിയായി അഖിൽ മാരാറിനെ പരിഗണിക്കുന്ന കാര്യത്തിലോ ഒരു തരത്തിലുള്ള ആലോചനയും ഇല്ല. ഈ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ അഖിൽ മാരാർ കൊട്ടാരക്കരയിൽ സ്ഥാനാർത്ഥിയായേക്കുമെന്ന അഭ്യൂഹങ്ങൾ അത് പൂർണ്ണമായും തള്ളുകയാണ് രാജീവ് പ്രസാദ് നിലവിൽ ചെയ്യുന്നത്. ഈ കഴിഞ്ഞ ആഴ്ച ഈ കൊട്ടാരക്കരയിൽ മത്സരിക്കേണ്ട ആളുകളുടെ പട്ടികയൊക്കെ പാർട്ടി നേതൃത്വത്തിന് ജില്ലാ ഘടകം നൽകിയിരുന്നു. പക്ഷേ ആ പട്ടികയിലൊന്നും അഖിൽ മാരാറിന്റെ പേര് പോലും ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ കൊട്ടാരക്കരയിൽ അഖിൽ മാരാർ എന്ന സമൂഹ മാധ്യമങ്ങളിലെയും ഒക്കെ വാർത്തകൾ പൂർണ്ണമായും BJP ജില്ലാ ഘടകം തള്ളുകയാണ്. അങ്ങനെ ഒരു ആലോചന അഖിൽ മാരാറിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് നിലവിൽ ചർച്ചയൊന്നുമില്ല എന്നുള്ളതാണ് പ്രാദേശിക നേതാക്കളുടെ പ്രതികരണം. AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.